മാർത്ത ആന്റിയും മറിയ ആന്റിയും. നമ്മൾ മറിയയെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ് വായിക്കുന്നത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ യേശുക്രിസ്തുവിന്റെ പാദത്തിൽ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുകയായിരുന്നു. സ്തോത്രം. ആ ദൈവ വചന കേൾവി, പഠനം, ഗുരുനാഥന്റെ പാദങ്ങളിൽ ഇരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാകയാൽ നമുക്കതിനു വേണ്ടി പിന്നെയും സമയത്തെ വേർതിരിക്കാം. അല്പസമയം പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വവും നിങ്ങൾ എല്ലാവർക്കും വന്ദനങ്ങളും ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധീകരണം എന്ന വിഷയത്തിലാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് തെസലോനിക്ക സഭയോട് പറയുമ്പോൾ, ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സ്തോത്രം. ആ വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, ആഴ്ചകളായിട്ട് ഈ വിഷയം പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങൾ, ദ ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മെ ദൈവം ശുദ്ധീകരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. സ്തോത്രം. അതിൽ നമ്മൾ കണ്ടു, 1, ദൈവം തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്നു. 2, ദൈവവചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. 3, യേശു ക്രിസ്തുവിനാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. 4, അതേ അർത്ഥം തന്നെ വരുന്ന യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. സ്തോത്രം. യേശുവിൻ്റെ രക്തത്തെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ശുദ്ധീകരിക്കുന്ന രക്തം എന്നാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം, രക്തത്തെക്കുറിച്ച് തന്നെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതിന് ഞാൻ ഈ പഠനത്തിൽ മുതിരുന്നില്ല. എന്നാലും ഒന്ന് പറഞ്ഞു വിടുന്നു മാത്രം, വിവരിക്കാതെ ഞാൻ പറയുവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു സംഗതിയാണ് യേശുക്രിസ്തുവിന്റെ രക്തം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. സ്തോത്രം. ഹൗ ഡസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സാങ്ക്ടിഫൈസ് us? സ്തോത്രം. അതിൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. The blood of Christ, first of all, ransoms us, and it's a ransom for us. യേശുക്രിസ്തുവിന്റെ രക്തം അഥവാ യേശുക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് മറുവിലയായി തീരുകയാണ്. സ്തോത്രം. ഓക്കെ. യേശുക്രിസ്തുവിന്റെ രക്തം അല്ലെങ്കിൽ യേശുവിന്റെ ജീവൻ നമുക്ക് മറുവിലയായിട്ട് മാറുകയാണ്. സ്തോത്രം. ഇറ്റ്സ് എ റാൻസം. മാർക്ക് 10:45, മർക്കോസ് 10:45 യേശുക്രിസ്തു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല വന്നിരിക്കുന്നത്, പിന്നെന്തിനാണ്? സ്തോത്രം. ശുശ്രൂഷിപ്പാനും സ്തോത്രം, മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത്. മറുവിലയായി കൊടുക്കുവാൻ. സ്തോത്രം. So that means on behalf, instead of, നമുക്ക് പകരമായി യേശുക്രിസ്തു തൻ്റെ ജീവനെ, തൻ്റെ രക്തത്തെ നൽകിയത് കൊണ്ട്, സ്തോത്രം, നമുക്ക് എന്ത് ലഭിക്കുന്നു? വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം ലഭിക്കുന്നു. സ്തോത്രം. ഓക്കെ. മറ്റൊന്ന് നമ്മൾ കണ്ടു, the blood of Christ paying the price as ransom redeems us. It redeems us. The blood of Christ, first of all, is offered as a ransom, and therefore it redeems us.
ആ യേശുവിന്റെ രക്തം മറുവിലയായി കൊടുക്കുന്നത് കൊണ്ട് നമ്മെ എന്ത് ചെയ്യുകയാണ്? വീണ്ടെടുക്കുകയാണ്. നമ്മെ വീണ്ടെടുക്കുകയാണ്. redeems. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 1 and verse 7. സ്തോത്രം. അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. യേശുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. The blood of Jesus redeems us. റിഡംഷന്റെ നിർവചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്തോത്രം. Third thing, along with it we can understand the blood of Christ purchases us. It purchases us. റിഡംഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ്, ഒരു പ്രയോഗമാണ്. അർത്ഥം ഏകദേശം ഒരേപോലെ തന്നെ വരും. ഞാൻ പക്ഷെ അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. യേശുവിന്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സ്തോത്രം. Acts chapter 20 and verse 28, please. Acts 20:28. Johan, you can read now. Johan. Acts 20:28. Keep watch over yourselves and all the flock of which the Holy Spirit has made you overseers. Be shepherds of the church of God, which he bought with his own blood. Which he bought with his own blood. സ്വന്ത രക്തത്താൽ മലയാളത്തിൽ സമ്പാദിച്ചതെന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്ത രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് എന്നർത്ഥം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ രക്തത്തിന്റെ പ്രവർത്തികളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്തോത്രം. യേശുവിന്റെ രക്തം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? പർച്ചേസ് ചെയ്തിരിക്കുന്നു, ബൈ ചെയ്തിരിക്കുന്നു. The blood of Christ has bought us. യേശുവിന്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മെ അതുകൊണ്ട് സ്വന്തമായിട്ട് സമ്പാദിച്ചിരിക്കുകയാണ്. സ്തോത്രം. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഒന്നും വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. സ്തോത്രം. A fourth thing, യേശുവിന്റെ രക്തം ചെയ്യുന്നതായ 4-ാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇറ്റ് cleanses us. The cleansing blood of Christ. യേശുവിന്റെ രക്തം നമ്മെ കഴുകുന്നു. It cleanses us. യേശുവിന്റെ രക്തം നമ്മെ കഴുകുന്നു. സ്തോത്രം. These two words are so much related. Cleansing and sanctification. കഴുകുക, വിശുദ്ധീകരിക്കുക എന്ന രണ്ട് പദങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്നതാണ്. സ്തോത്രം. നോട്ട് ദ സെയിം, ബട്ട് ബോത്ത് ആർ കോംപ്ലിമെന്ററി. ഓക്കെ. രണ്ടും, കഴുകുക എന്നും വിശുദ്ധീകരിക്കുക എന്നുമുള്ള രണ്ട് പ്രയോഗങ്ങളുണ്ട്. സ്തോത്രം. അതുമായിട്ട് വിശുദ്ധീകരിക്കുന്നതിന്റെ നമ്മള് കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നിന്നും 13-ാമത്തെ അധ്യായത്തിൽ നിന്നും ഒക്കെ. ഹീബ്രൂസ് ചാപ്റ്റർ 10, വേറെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ചാപ്റ്റർ 10 and verse 10. 10-10 നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. 10 verse 29. 10-29 വാക്യം ഒന്ന് വായിച്ചോളൂ. How much worse punishment do you think one will deserve who has trampled on the Son of God, who has regarded as profane the blood of the covenant by which he was sanctified,
and who has insulted the spirit of grace. ഓക്കെ, ഇച്ചിരി കൂടെ നിർത്തി വായിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നു പിന്മാറ്റക്കാരനെ കുറിച്ചാ പറയുന്നത്. പിന്മാറ്റക്കാരന് വരാൻ പോകുന്ന ശിക്ഷാവിധിയെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. The apostle is speaking here about the condemnation, the irreversible condemnation of a backslider. So what is the crime of a backslider? പിന്മാറ്റക്കാരന്റെ കുറ്റം എന്തുവാ? സ്തോത്രം. 3 കുറ്റങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സ്തോത്രം. അതിൽ ഒരെണ്ണമാണ് നമുക്കിപ്പം വേണ്ടത്. A backslider considers the blood of Christ profane, or he by backsliding profanes or defiles the blood of Jesus which sanctified us. So there the apostle says the blood of Christ sanctifies us. 13:12 നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് വായിച്ചതാണല്ലോ. 13:12 Hebrews, there also we have seen it. യേശുക്രിസ്തു പാളയത്തിന് പുറത്ത് പോയി തന്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിനായി. So in these places we see the blood of Christ sanctifies us. And other one we are looking upon is the blood of Jesus cleanses us. യേശുവിന്റെ രക്തം നമ്മെ കഴുകുന്നു, യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു. സ്തോത്രം. അതിലേക്ക് നമുക്ക് അല്പം കഴിഞ്ഞിട്ട് മടങ്ങി വരാം. ഈ 2ലേക്ക് നമ്മൾ തിരികെ എത്തും. അതിന് മുമ്പായിട്ട് സ്തോത്രം മറ്റൊരു സംഗതിയാണ് നാം കാണുന്നത്. The blood of Christ reconciles. യേശുവിന്റെ രക്തം ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരപ്പ് വരുത്തുന്നു. By the blood we get reconciliation. യേശുവിന്റെ രക്തത്താൽ നമുക്ക് നിരപ്പുണ്ടാകുന്നു. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അതുപോലെ കൊലോസ്യർ 1:20 കൊലോസ്യർ 1:20 ഒന്ന് വായിച്ചു വിട്ടോളൂ. Colossians 1:20 please. And through him to reconcile everything to himself, whether things on earth or things in heaven, by peace. Okay, enough. Whether things on heaven or on earth, through Jesus God reconciled. Through his blood he reconciles. യേശുവിന്റെ രക്തത്താലുള്ള നിരപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ശത്രുത്വത്തെ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തെയും മനുഷ്യനെയും കൂടെ ഒന്നാക്കി തീർക്കുവാൻ. സ്തോത്രം. ഒന്നാക്കി തീർക്കുവാൻ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യേശുവിന്റെ രക്തം ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു കാര്യം കൂടെ പറയാം. The blood of Jesus forgives our sins, or that is the means of forgiveness. Colossians 1:14. കൊലോസ്യർ 1:14 വാക്യം. 1:14 വാക്യം. മോളെ ജോൺ, you can read. In whom we have redemption through his blood, the forgiveness of sins. Yeah, the forgiveness of sins. The same verse we read from Ephesians 1:7. Okay, എഫേസ്യർ 1:7 കൊലോസ്യർ 1:14 ഏതാണ്ട് ഒരേ സംഗതിയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ 2 ലേഖനങ്ങളെ ട്വിൻ ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇരട്ട ലേഖനങ്ങൾ. Ephesians is the body and Colossians is the head.
Colossians is about Jesus, whereas Ephesians speaks about the church. ഒത്തിരി കാര്യങ്ങൾ ഒരേപോലെ ഉള്ളതുണ്ട്, കോംപ്ലിമെന്ററി പരസ്പര പൂരകങ്ങളായിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, in or through his blood we have redemption, the forgiveness of sins. നമുക്ക് അതിക്രമങ്ങളുടെ മോചനം അഥവാ പാപമോചനം യേശുവിന്റെ രക്തത്താൽ ലഭിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ പാപമോചനം ലഭിക്കുന്നു. സ്തോത്രം. ഓക്കെ, അങ്ങനെ വേറെയും കാര്യങ്ങളുണ്ട്, അവിടേക്ക് ഇനി ഞാൻ പോകുന്നില്ല. നമ്മൾ പറയാമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ്. ജീസസ് ബ്ലഡ് ക്ലെൻസസ് ആസ് വെൽ ആസ് സാങ്ക്ടിഫൈസ്. ക്ലെൻസസ് എന്നുള്ളതിന് ഞാൻ റെഫറൻസ് പറഞ്ഞില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പറഞ്ഞായിരുന്നു? ക്ലെൻസിങ്ങിന് റെഫറൻസ് പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. ആരും ചോദിച്ചില്ല. ഇല്ല, അത് ക്ലെൻസിങ്ങിനല്ല പറഞ്ഞത്, അത് സാങ്ക്ടിഫിക്കേഷനാ പറഞ്ഞത്. ക്ലെൻസിങ്ങിന് നമുക്കറിയാവുന്നത് ഒത്തിരി ഭാഗങ്ങൾ ഉണ്ടെങ്കിലും 1 John chapter 1 verse 7, 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. 7 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, 7 and 9. If we walk in the light as he himself is in the light, we have fellowship with one another, and the blood of Jesus his son cleanses us from all sin. All sin. The blood of Jesus cleanses us from all sin. നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധി ചെയ്യുന്ന രക്തം. അപ്പോൾ ശുദ്ധീകരണവും പിന്നെ വിശുദ്ധീകരണവും. സ്തോത്രം. ഇതിൽ ഏതാണ് ആദ്യം? അതോ രണ്ടും? ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഒന്നല്ല. Cleansing and sanctification both are so closely related but not the same and the one. Okay, രണ്ടും വ്യത്യസ്തമാണ്, എന്നാൽ വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് ക്രിയകളാണ്. സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ വ്യത്യാസം? എന്താണ് അതിന്റെ ബന്ധം? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകലും വിശുദ്ധീകരണവും നമുക്കുണ്ട്. നാം എബ്രായ ലേഖനം തന്നെ 12-ാമത്തെ അധ്യായത്തിലും അതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. മലയാളത്തിൽ പക്ഷെ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഹീബ്രൂസ് 12 and verse 24. To Jesus, the mediator of the new. യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് പുണ്യാഹ രക്തമെന്ന്. ഇംഗ്ലീഷിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ജാനീസ് മോളെ വായിച്ചു. To Jesus, the mediator of the new covenant, and to the blood of sprinkling that speaks better things than that of Abel. സ്പ്രിങ്ക്ലിംഗ്. മലയാളത്തിൽ ഇതിനോട് അതേ പ്രയോഗമാണ് അവിടെ. വേറെ വേർഷൻസിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? And to Jesus, the mediator of a new covenant, and to the sprinkled blood. Same. Something else? നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? തളിക്കപ്പെടുന്ന. ഓക്കെ, സ്തോത്രം.
ഏത് വേർഷനുകളിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ചില വേർഷൻസിൽ കൊടുത്തിട്ടുള്ളത് സ്പ്രിംഗ്ലിംഗ് എന്നുള്ളതിൻ്റെ അർത്ഥം ശുദ്ധീകരിക്കുന്നത് എന്നാണ്. ക്ലെൻസിങ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും സ്പ്രിങ്കിൾഡ് എന്ന. എന്തിനാണ് രക്തം തളിക്കുന്നത്? For what the blood sprinkles? What is the meaning of sprinkling? What is the purpose of sprinkling? Let's come to chapter 10, Hebrews 10. 10-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായ ലേഖനം വേഴ്സ് 21, 21-ാമത്തെ വാക്യം. ചിലപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, എന്നാലും നോക്കാം. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. കണ്ടോ, അവിടെ ഉണ്ട് സ്പ്രിംഗ്ലിംഗ്, തളി. എന്തിനാ തളിപ്പ്? What for? What does it mean? It is for cleansing. It is for cleansing. Sprinkling is for cleansing. Again, let's come back to chapter 9. 9-ാം അധ്യായത്തിലേക്ക് വരാം. Verse number 13, 13-ാമത്തെ വാക്യം. പതിമൂന്നും 14 വായിച്ചോളൂ. രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. കണ്ടോ, 13-ാം വാക്യത്തിലുണ്ട് തളിക്കുന്ന പശുഭസ്മം. വെള്ളത്തിൽ കലക്കി പ്രത്യേക രീതിയിൽ യഹൂദന്മാരുടെ നമ്പേഴ്സ് ചാപ്റ്റർ 19, അങ്ങോട്ട് ഇനി പോകണ്ട, നമുക്ക് ആ ഭാഗം എടുക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിക്കൊള്ളുക. സംഖ്യാപുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് ഇതേപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, വിവരണമുള്ളത്. അപ്പോൾ അങ്ങനെ പ്രത്യേക യാഗം അർപ്പിച്ച് ആ മൃഗത്തിന്റെ ഭസ്മം ആ ആഷസ് ഭസ്മം അത് പ്രത്യേകമായി തയ്യാറാക്കിയ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ആനുവലി ജനത്തിന്റെ മേൽ സ്പ്രിങ്കിൾ ചെയ്യും. That is the connotation of cleansing the people from their sins. Valid but only for 1 year, just for 360 days. 360 ദിവസങ്ങളുള്ള ഒരു വർഷത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ മേൽ തളിക്കുന്ന ഈ വിശുദ്ധ ജലം. എന്നാൽ ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്, അങ്ങനെ കൊല്ലപ്പെടുന്ന പശുവിന്റെ ഭസ്മം കലക്കിയ വെള്ളം തളിച്ച് ഒരു വർഷത്തേക്ക് പാപം പോക്കി ശുദ്ധീകരിക്കുന്നെങ്കിൽ ദൈവത്തിന് തന്നെത്താൻ നിത്യാത്മാവിനാൽ അഥവാ പരിശുദ്ധാത്മാവിനാൽ സൗരഭ്യയാഗമായിട്ട് അർപ്പിച്ച യേശുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം, വിലയേറിയ രക്തം, വീണ്ടെടുക്കുന്ന രക്തം, മറുവിലയായിത്തീരുന്ന രക്തം എത്രയധികം നമ്മെ ശുദ്ധീകരിക്കും എന്നാണ്
ഇവിടെ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് the blood of Jesus is sprinkled, or the sprinkling blood, that means the blood that cleanses. വിശുദ്ധീകരിക്കുന്ന, കഴുകുന്ന രക്തം എന്നാണ് അതിന്റെ അർത്ഥം. ശുദ്ധീകരിക്കുന്ന രക്തം. സ്തോത്രം. ശുദ്ധീകരിക്കുന്ന രക്തം, cleansing blood. So these two are so much related, cleansing and sanctifying. What comes first, cleansing or sanctification? Cleansing. Praise God. Let's go and see in Ephesians chapter 5. സ്തോത്രം. ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിപ്പിക്കുന്നത് ബൈബിൾ അടിസ്ഥാനപ്പെട്ടതാണ് ഇതെന്നറിയാനാകട്ടോ. സ്തോത്രം. ഒരു പഠനവും കൂടെ ആയതുകൊണ്ടാണ് ബൈബിളിൽ നിന്ന് തെളിവുകൾ തന്നു പോകുന്നത്. ഇല്ലെങ്കിൽ പ്രസംഗമാണെങ്കിൽ ഇത്രയും വാക്യങ്ങളുടെ ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇവിടെ നമ്മൾ കാണുന്നു എഫേസ്യർ 5-ാം അധ്യായം വേഴ്സ് 25, 5-ന്റെ വാക്യം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. എന്നും ഞാൻ പറയുന്നത് പോലെ കല്യാണത്തിന് വായിച്ചു വിടുന്ന വേദഭാഗമാണ്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുമാണ്. അവിടെ യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നാണ് നാം വായിച്ചത്. സ്തോത്രം. എന്താ കർത്താവ് ചെയ്തത്? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കണ്ടോ വെടിപ്പാക്കി. In English, verse 26. What did he do? Washing of water by the word. Washing Of water by the word. സ്തോത്രം. കണ്ടോ, what comes first, it is cleansing. It is cleansing. കഴുകലാണ് ഇവിടെ ആദ്യം സംഭവിക്കുന്നത്. സ്തോത്രം. കഴുകലാണ്, വെടിപ്പാക്കുക. One more verse. Second epistle to Timothy, chapter 2. തിമോത്തിയോസിനുള്ള രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. 2:21. Second epistle to Timothy. So if anyone purifies himself from anything, Purifies himself. Yeah. anything dishonorable, he will be a special instrument, set apart, useful to the Set master. apart. If you cleanse yourself, you will be a vessel that is set apart. Set apart means sanctified. Okay. So what comes first? Cleansing. Purification comes first. ഈ കഴുകലാണ് ആദ്യം വരുന്നത്. ഈ കഴുകലാണ് ആദ്യം വരുന്നത്. അതിനെപ്പറ്റി ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് cleansing actually is for a sanctification from outside things, whereas the actual sanctification is an inward thing.
വന്നുപോയ പാപങ്ങൾക്ക്, ചെയ്തു പോയ പാപങ്ങൾക്ക് കഴുകലും അകത്ത് കിടക്കുന്ന പാപ സ്വഭാവങ്ങൾക്ക് വിശുദ്ധീകരണവുമാണ് വേണ്ടത്. Got it? If we have already committed sins, for them we need cleansing. That is something external we already done. It's a washing. But sanctification is not actually dealing with the sins committed, rather the sins reigning inside. കഴുകൽ എന്ന് പറയുന്നത് ചെയ്തു പോയ പാപങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണമാണെങ്കിൽ, നമ്മളിവിടെ പറയുന്ന വിശുദ്ധീകരണം എന്നത് നമ്മിൽ വസിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട മോചനമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, സ്തോത്രം, ഇത് രണ്ടും ഏതിനാൽ സംഭവിക്കുന്നു? ഈ വാഷിംഗ് ഓർ പ്യൂരിഫിക്കേഷൻ ഓർ ക്ലെൻസിങ് ആസ് വെൽ ആസ് sanctification, these both happen by the blood of Jesus. യേശുവിന്റെ രക്തമാണ് ഇതിന് രണ്ടിനും പരിഹാരമായിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് യേശുവിന്റെ രക്തമാണ്. സ്തോത്രം. നമ്മുടെ ഒരു ഈവനിങ് ക്ലാസ്സിൽ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, ചിലർ പഠിപ്പിക്കുന്നുണ്ട് ഒരു വിശ്വാസി യേശുവിന്റെ രക്തം കൊണ്ട് തന്നെ കഴുകണമെന്നോ ശുദ്ധീകരിക്കണമെന്നോ പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ ഓർക്കുന്നോന്ന് എനിക്കറിഞ്ഞുകൂടാ. അന്ന് നമ്മൾ ഇതേ ചോദ്യം ആവർത്തിച്ചിരുന്നു, ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. This cleansing or sanctification by the blood of Jesus, whether it is for a newcomer, a repenting sinner, or a repented sinner. Got the things? Repenting sinner is a person who is just repenting and receiving Christ and coming to the Lord. But a repentant sinner is already in the church. Okay. Already he is a believer. So, the sanctification by the blood, is it for the newcomer, the repenting sinner, or a repented, already repented sinner, or for the both? യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഇപ്പോൾ മാനസാന്തരപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു പുതിയ മാനസാന്തരപ്പെട്ട പാപിക്കുള്ളതാണോ, അതോ പണ്ടേ മാനസാന്തരപ്പെട്ട പഴയ പാപിക്കുള്ളതാണോ, അതോ രണ്ടുപേർക്കും ഉള്ളതാണോ? യെസ്, ഫോർ ബോത്ത്. രണ്ടുപേർക്കും വേണം, രണ്ടുപേർക്കും വേണം. സ്തോത്രം. യാതൊരുവൻ പാപം ചെയ്താലും അവന് രക്തത്താലുള്ള സ്പ്രിംഗ്ലിംഗ്, കഴുകൽ, പ്യൂരിഫിക്കേഷൻ, കഴുകൽ വേണം. അതുകൊണ്ടാണ് വിശ്വാസികളോട് യോഹന്നാൻ പറഞ്ഞത്, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ രക്തം, അവന്റെ പുത്രനായ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. It cleanses from all the done sins, all the occurred sins already happened. പക്ഷേ സ്തോത്രം, വിശുദ്ധീകരണം എന്നുള്ളത് എന്താണ്? നമ്മുടെ അകത്ത്
അകത്ത് ഇപ്പോഴും കിടക്കുന്ന ആന്തരികമായ പാപ സ്വഭാവങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. While cleansing cleanses from the guilt of committed sins. Okay? Sanctification deals with the sinful nature that always tries to influence us, that always tries to subdue us. They have not materialized. They are still as a nature within in us. കഴുകൽ എന്ന് പറയുന്നത് നമ്മൾ സംഭവിച്ചതായ പാപങ്ങളുടെ കുറ്റത്തിൽ നിന്നും നമ്മെ കഴുകി വെടിപ്പാക്കുമ്പോൾ, വിശുദ്ധീകരണം എന്നത് നമ്മിൽ വസിച്ചുകൊണ്ട്, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വസിച്ചുകൊണ്ട്, നമ്മെ പാപത്തിന്റെ അടിമകളാക്കാൻ വേണ്ടി നിരന്തരം നമ്മോട് പോരാടുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വിടുതൽ നൽകി തരികയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലാകുന്നു? പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. മുമ്പേ RX ബ്രദർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടോ. സ്തോത്രം. നമ്മിൽ ആ ദൈവീക വിശുദ്ധിയുടെ നിറവും തികവും ഉണ്ടാകുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കും? സ്വസ്ഥമായിരിക്കും. ഓക്കെ, സ്വസ്ഥമായിരിക്കും. If we go through restlessness in different situations, when temptation comes, committing sin is also a restlessness. പ്രലോഭനം വരുമ്പോൾ പാപം ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നതും ഒരു സ്വസ്ഥതക്കേടാ. പ്രശ്നം വരുമ്പോൾ അയ്യോ എന്തുവാ, എങ്ങനാകും എന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആകുലത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണെന്നാ കരുതുന്നത്. അല്ല. അതായത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ അതങ്ങോട്ടാകുന്നില്ല, അപ്പം അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ. അത് മാത്രമല്ല അസ്വസ്ഥത അല്ലെ ടെൻഷൻ എന്നൊക്കെ പറയുന്നത്, ആകുലത എന്ന് പറയുന്നത്, ആങ്സൈറ്റി എന്ന് പറയുന്നത്. പകരം ഒരു പാപം ചെയ്യാൻ ഒരു സാധ്യത, പാപം ചെയ്യാൻ ഒരു പ്രലോഭനം നമുക്കുണ്ടാകുമ്പോ ഒന്ന് പാപം ചെയ്താൽ മതിയായിരുന്നു, ആ പാപത്തോടുള്ള ഒരു ആസക്തി നമുക്കുണ്ടാകുന്നതും എന്ത് തന്നെയാണ്? റെസ്റ്റ്ലെസ്നെസ് ആണ്. റെസ്റ്റ്ലെസ്നെസ് ടു ഡു സം സിൻ, ടു എൻജോയ് ദ പ്ലഷർ ഓഫ് സിൻ. പക്ഷേ ദൈവീക വിശുദ്ധീകരണം അകത്തു നിന്നും നമ്മൾ ഈ പറയുന്ന സാങ്ക്ടിഫിക്കേഷൻ നമ്മിൽ ഉണ്ടാകുമ്പോൾ, സ്തോത്രം, ഈ രണ്ട് രീതിയിലുമുള്ള അസ്വസ്ഥത നമുക്കുണ്ടാവില്ല. നമുക്ക് രണ്ട് സന്ദർഭങ്ങളിലും ഉള്ളിൽ സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അപ്പോൾ വിശുദ്ധീകരണത്താൽ എന്താ സംഭവിക്കുന്നത്? നമ്മെ പാപം ചെയ്യാൻ എല്ലായ്പ്പോഴും അകത്തു നിന്ന് ഉത്സാഹിപ്പിക്കുന്ന പാപത്തിന്റെ പ്രകൃതത്തിന്മേൽ നമുക്ക് ജയമെടുക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. പാപത്തിന്റെ വിഷമുള്ളിന്മേൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. പാപത്തിന്റെ ശക്തിയെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നത് കഴുകലിനാലല്ല, പിന്നെ വിശുദ്ധീകരണത്താലാണ്, സാങ്ക്ടിഫിക്കേഷനിലാണ്. സ്തോത്രം. പല ദൈവമക്കളും സ്തോത്രം ജീവിക്കുന്നത് കോൺസ്റ്റന്റ് സ്ട്രെയിനിലാണ്, നിരന്തരമായ സംഘർഷത്തിലൂടെയാണ് ദൈവമക്കൾ ജീവിക്കാറുള്ളത്. എന്തിനാ സംഘർഷം? വാട്ട് ഫോർ ദാറ്റ് സ്ട്രെയിൻ? ഇറ്റ്സ് ടു ലിവ് ഓർ ടു ലീഡ് എ ഹോളി ലൈഫ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനാണ് ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ
ഈ നമ്മുടെ അകത്ത് ഈ പറഞ്ഞ വിശുദ്ധീകരണം നടന്നു വരുന്തോറും നമുക്ക് ഈ ലോകത്തിൽ വിശുദ്ധരായിട്ട് ജീവിക്കുന്നതിനുള്ള സ്ട്രെയിൻ കൂടുമോ കുറയുമോ? കുറയും, ലെസ് ആയിരിക്കും. സ്തോത്രം. ആസ് വി മൂവ് ഓൺ or progress in sanctification, we will experience lesser strain to be holy, to be loyal to the Lord. But that sanctification, if it is lesser in us, the strain, the pressure will be more to live holy, to live loyal to Christ, to be obedient to the Spirit of God. Praise the Lord. Getting my point? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന സ്തോത്രം കഴുകലിനെ കുറിച്ചും വിശുദ്ധീകരണത്തെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. സ്തോത്രം. കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയും രക്തത്തിന്റെ വിലയുമാണ് നമ്മെ കീഴ്പ്പെടുത്തുന്നതായ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും, കീഴ്പ്പെടുത്തിയ പാപത്തിന്റെ ആ കുറ്റത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത്. പ്രൈസ് ഗാഡ്. The power of the blood of Christ, the power of the blood of Christ that quenches the wrath of God. ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നതായ യേശുവിന്റെ രക്തം. Praise God. The power of the blood of Jesus Christ, what does it do? It nullifies the power of sin. പാപത്തിന്റെ ശക്തിയെ ഇല്ലാതെയാക്കുന്ന വീര്യമുള്ള യേശുവിന്റെ രക്തം. Praise the Lord. The power of the blood of Jesus that cancels the condemnation of sin. പാപത്തിന്റെ ശിക്ഷാവിധിയെ ഇല്ലാതാക്കുന്ന, ക്യാൻസൽ ചെയ്യുന്ന, റദ്ദാക്കുന്ന അധികാരമുള്ള യേശുവിന്റെ രക്തം. Praise the Lord. Hallelujah. The power and authority of the blood of Christ that pleads against the devil and his powers that always try to make us his slaves. തന്റെ അടിമകളാക്കി നമ്മെ തീർക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്ന പൈശാചിക ശക്തികളോട് നിരന്തരം പോരാടി നമുക്ക് ജയം നൽകുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയും അധികാരവും നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് the victory in the blood of Jesus. യേശുവിന്റെ രക്തത്താലുള്ള ജയം എന്ന് നാം വായിക്കുന്നതും പറയുന്നതും അതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം അതുകൊണ്ടാണ് വായിക്കുന്നത്, അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി ജയിച്ചു. They overcame. We read in Revelation, they overcame the tribulation saints. They overcame Satan and Antichrist by the blood of Jesus, blood of the Lamb of God. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽ വേളയിൽ, ഈ മധ്യാഹ്ന സമയത്ത് യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. നാം അതിൽ ഊന്നൽ കൊടുത്തത് ഈ രണ്ട് കാര്യങ്ങൾക്കേ ഉള്ളൂ. സ്തോത്രം. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിന്റെ കറകൾ ഉണ്ടെങ്കിൽ ആ കറകളെ നീക്കുവാൻ കഴിയുന്നത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ. കാരണം യേശുവിന്റെ രക്തം മാത്രമാണ് നമുക്ക് വേണ്ടി മറുവിലയായിട്ട് ചീന്തപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്നും ഏതെങ്കിലും സ്റ്റെയിൻസ്, ഏതെങ്കിലും കറകൾ, പാപത്തിന്റെ കറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, മനസാക്ഷിയിലുണ്ടെങ്കിൽ, അതാണ് നമ്മൾ എബ്രായർ 10-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്.
നമ്മുടെ മനസ്സാക്ഷിയെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, 10-ാം അധ്യായത്തിലെ ലേഖനത്തിൽ വായിച്ചത് നമ്മുടെ കോൺഷ്യൻസിനെ, നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. പ്രൈസ് ദ ലോർഡ്. പിശാച് പലപ്പോഴും നമ്മൾ ചെയ്ത പാപങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയെ വല്ലാതെ കുറ്റപ്പെടുത്താൻ വരും. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ കാണും. When the devil comes next time and reminds you of your past, remind him of his future. പിശാച് അടുത്ത തവണ വന്ന് നിങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവന്റെ ഭാവികാലം ഓർമ്മപ്പെടുത്തണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഓർമ്മ കാണുമല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് കേൾക്കണമേ. നാം ചെയ്തു പോയ ഏതെങ്കിലും പാപം, നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം വന്നുപോയ എന്തെങ്കിലും വീഴ്ചകളൊക്കെ എടുത്തു വെച്ച് നമ്മുടെ മനസ്സാക്ഷിയെ കളങ്കപ്പെടുത്താൻ സാത്താൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ അരുതാത്ത ചിന്തകളും വികാരങ്ങളും കൊണ്ടുവന്ന് നമ്മെ മലിനപ്പെടുത്താൻ പിശാച് വരുമ്പോൾ, ഓർക്കുക, കാൽവറിയിൽ ചൊരിയപ്പെട്ട ദൈവകുഞ്ഞാടായ യേശുവിന്റെ രക്തത്തിന് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ കഴിയും, നമ്മുടെ പാപങ്ങളെ കഴുകാൻ കഴിയും, നമ്മിൽ വസിക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിപ്പാൻ കഴിയും. അതിന്മേൽ നമുക്ക് പൂർണ്ണ ജയം തന്ന് നമ്മെ മോർ ദാൻ കോൺകറേഴ്സ്, നമ്മെ പൂർണ്ണ ജയമുള്ളവരാക്കി നടത്തുവാൻ ഈ രക്തത്തിന് കഴിയും. ആകയാൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടതായ യേശുവിന്റെ രക്തത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ രക്തത്തിന്റെ പ്രവൃത്തി ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. ആ രക്തത്തിന്റെ പ്രവൃത്തി നമ്മുടെ സ്നാനം കൊണ്ട് തീരുന്നില്ല. ആ രക്തത്തിന്റെ പ്രവൃത്തി നമ്മുടെ മരണം കൊണ്ടും തീരുന്നില്ല. പകരം ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത് നമ്മുടെ ഈ ജഡശരീരങ്ങൾ ദൈവപുത്രന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപപ്പെടുമ്പോൾ മാത്രമാണ്. അത് നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിൽ മാത്രമേ സംഭവിക്കൂ. പ്രിയപ്പെട്ടവരെ, ആകയാൽ നമ്മുടെ പ്രത്യാശ, പ്രൈസ് ദ ലോർഡ്, കേവലം രോഗം മാറുന്നതിലും, നമുക്ക് ജോലി കിട്ടുന്നതിലും, നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നതിലും നിർത്തരുത്. കല്യാണം നടക്കുന്നതിലും, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലും, വീട് വയ്ക്കുന്നതിലും നമ്മുടെ ആശയും പ്രത്യാശയും തീരരുത്. പകരം നമ്മൾ ദൈവപുത്രനോട് അനുരൂപരായി ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന ആ സമയം വരെയും യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികൾ നടത്തിക്കൊണ്ടേയിരിക്കും. ആകയാൽ ഈ പകൽ നമുക്ക് ലഭ്യമായ വിശുദ്ധീകരണത്തിനായി, നമുക്ക് ലഭിച്ച കഴുകലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രക്തത്താൽ നമുക്ക് ഇതുവരെ ലഭിച്ച വിജയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവിന്റെ രക്തത്തിനായി, ആ പുണ്യാഹ രക്തത്തിനായി, ശുദ്ധീകരിക്കുന്ന രക്തത്തിനായി, നമ്മെ കഴുകുന്ന രക്തത്തിനായി, നമ്മെ വീണ്ടെടുക്കുന്ന രക്തത്തിനായി, വിലയ്ക്ക് വാങ്ങിയ രക്തത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പാപിയെന്നെ രക്ഷിപ്പാൻ എല്ലാ പാപങ്ങളും അകറ്റി, നീജ പാപിയെന്നെ രക്ഷിച്ചു, രക്തത്തിൻ ശക്തിയാൽ തീർത്തിടും വന്മയ സൗഭാഗ്യം ചേരുവോളം, തിരുരക്തത്തിൻ ശക്തിയാൽ വന്മയ സൗഭാഗ്യം ചേരുവോളം
തന്നെ വഴിയേ. ഈ നമ്മെ ശുദ്ധീകരിച്ചു വെണ്മയായി